കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെക്റ്റർ റിസോൾവ് ചെയ്യാൻ പഠിച്ചിരുന്നു. എങ്ങനെയാണ് ഒരു വെക്റ്ററിനെ റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളത് 2 ഡയമെൻഷനിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്കിപ്പോൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ പാഠത്തിൽ, അതായത് ഇതിന് മുന്നേ നമ്മൾ പഠിച്ച പാഠത്തിൽ ഡിസ്റ്റൻസിനെ കുറിച്ചും ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ചും വെലോസിറ്റിയെ കുറിച്ചും ആക്സിലറേഷനെ കുറിച്ചും എല്ലാം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇനി നമുക്ക് ഇതെല്ലാം 2 ഡയമെൻഷണൽ മോഷനിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഡിസ്പ്ലേസ്മെന്റിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊന്ന് പഠിച്ചിട്ടുണ്ട്? ഫൈനൽ പൊസിഷനും ഇനിഷ്യൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ചെറിയ അകലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിച്ചത്. ശേഷം നമ്മൾ വെലോസിറ്റിയെ കുറിച്ച് പഠിച്ചു. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്ന് പഠിച്ചു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് വെലോസിറ്റി എന്ന് പഠിച്ചു. അതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നൊരു ഇക്വേഷൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ വെലോസിറ്റിയുടെ ഒരുപാട് പ്രോപ്പർട്ടീസ് എല്ലാം പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ആക്സിലറേഷനെ കുറിച്ച് പഠിച്ചു. എന്താ ആക്സിലറേഷനെ കുറിച്ച് പഠിച്ചത്? ആക്സിലറേഷൻ ഈസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയും. അപ്പൊ എന്താണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണെന്ന് പഠിച്ചു. അപ്പോൾ ഈ ചേഞ്ചിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫിസിക്സിൽ ഒരു അക്ഷരം ഉപയോഗിക്കുന്നുണ്ട്, ഡെൽറ്റ. ഡെൽറ്റ ഉദ്ദേശിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് ആ വസ്തുവിലുള്ള ചേഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെൽറ്റ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിലുള്ള ചേഞ്ച്, ഡെൽറ്റ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിയിലുള്ള ചേഞ്ച്, വെലോസിറ്റിയിലുള്ള ചേഞ്ച്, ഡെൽറ്റ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിലുള്ള ചേഞ്ച്. അപ്പോൾ ഡെൽറ്റ എന്ന അക്ഷരം നമ്മൾ സൂചിപ്പിക്കുന്നത് ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയെങ്കിൽ ആക്സിലറേഷനെ നമ്മൾ എന്തെന്നും അവിടെ എഴുതിയിരുന്നു? എ ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതിയിരുന്നു. ശേഷം നമ്മൾ പഠിച്ചത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനെ കുറിച്ചാണ്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് വെച്ചാൽ ടൈം ഏറ്റവും കുറഞ്ഞ ടൈം ഇന്റർവെല്ലിൽ ഉണ്ടാവുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്ന ആക്സിലറേഷനെ വിളിച്ച പേരാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താണ്? എ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പഠിച്ചു. ഇതുപോലെ നമ്മൾ വെലോസിറ്റിക്കും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വളരെ അത്യാവശ്യമായിട്ട് ഈ ഒരു കാര്യം പഠിക്കുമ്പോഴും ആവശ്യമായിട്ട് വരുന്നതാണ്. ശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരു വെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെക്ടറിന് എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെയായിട്ട് റിസോൾവ് ചെയ്യാം? എക്സ് കമ്പോണന്റിലെ ഒരു വെക്ടർ ആയിട്ടും വൈ കമ്പോണന്റിലെ ഒരു വെക്ടർ ആയിട്ടും റിസോൾവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. എന്താണ് അതിന്? എക്സ് ഐ പ്ലസ് വൈ ജെ എന്നൊരു വെക്ടറിനെ എഴുതാം. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്യും അല്ലേ. ഇത് ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്, അതിന് നമ്മൾ റിസോൾവ് ചെയ്താൽ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും ഇതൊരു വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് കിട്ടുന്നു. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ എക്സ് എന്നെടുക്കുന്നു, അലോങ് ദ ഡയറക്ഷൻ ഐ. ഈ വെർട്ടിക്കൽ ഡയറക്ഷൻ ഉള്ളതിനെ ഒയ് എന്ന് സൂചിപ്പിക്കുന്നു. അതിന്റെ ഡയറക്ഷൻ ഏതാണ്? ജെ എന്ന് പറയുന്ന ഒയ് ആക്സിസിലുള്ള ഡയറക്ഷൻ. അങ്ങനെയെങ്കിൽ ഈ വെക്ടറിനെ നമ്മൾ എന്തെന്ന് എഴുതാമെന്ന് പഠിച്ചു? ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ. ഇതിന്റെ രണ്ടിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് ഈ ആർ എന്ന് പറയുന്ന വെക്ടർ എന്ന് എഴുതാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ വെച്ചതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഈ ഒരു സെക്ഷനിൽ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എക്സെട്ര ഇൻ 2 ഡയമെൻഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനും പഠിച്ചു അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നും പഠിച്ചു. പൈതഗോറസ് തിയറം എല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് പഠിച്ചിരുന്നു. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സാധനം പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഫസ്റ്റിൽ പഠിക്കാൻ പോകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 ഡയമെൻഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2D. 2Dയിലുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്നാണ് ആദ്യമേ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2D പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എടുക്കുകയാണ്. ഞാൻ എന്താ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു വെക്ടറിനെ വരയ്ക്കുകയാണ്. ഇതിനെ R1 എന്ന് പറയുന്ന വെക്ടറായിട്ട് വരച്ചു. ഈ R1 എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെക്ടറാണ്. എന്തുകൊണ്ട് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞു? ഇത് ഒറിജിനിൽ നിന്ന് പോയിരിക്കുന്നത് കൊണ്ട് പൊസിഷൻ വെക്ടർ നമ്മൾ പറഞ്ഞു. ഈ പൊസിഷൻ വെക്ടറെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? ഈ പൊസിഷൻ വെക്ടറിന്റെ ഈ ഒരു പോയിന്റിൽ എക്സ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്, വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു വെക്ടറിന് എനിക്ക് എന്തെഴുതാം? ദാ ഇവിടെ ഉള്ള ഈ ഒരു വെക്ടറിന്റെയും ഇങ്ങനെ പോകുന്ന ഈ ഒരു വെക്ടറിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് ഈ വരച്ചേക്കുന്നതെന്ന് പറയാൻ പറ്റും. എന്താ ഞാൻ ഉദ്ദേശിച്ചത്? ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വെക്ടറിന്റെയും ഇവിടെ ഇരിക്കുന്ന ഈ ഒരു വെക്ടറിന്റെയും കൂടെ റിസൾട്ടന്റ് ആണ് R1 എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ R എന്ന് പറഞ്ഞ് ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു വെക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റും. ശരിയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെക്ടർ ആറിനെ എനിക്ക് എന്തെന്ന് എഴുതാം? ആറെന്ന് വെച്ചാൽ ഈ ഒരു വെക്ടറിനെ ഞാൻ എക്സ് എന്നെടുക്കുന്നു. ഇത്ര ദൂരമുള്ള വെക്ടറിനെ എക്സ് എന്നെടുക്കുന്നു. എക്സ് അത് ഏത് ഡയറക്ഷനിൽ പോകുന്നു? എക്സ് ആക്സിസിന്റെ ഡയറക്ഷനിൽ പോകുന്നത് കൊണ്ട് എക്സ് ഐ എന്നെടുത്തു. അതിനോടൊപ്പം ഏത് വെക്ടറും കൂടെ കൂട്ടണം? ഈ ഒരു വെക്ടറും കൂടെ കൂട്ടണം അല്ലേ? പ്ലസ് വൈ ജെ. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അതിന്റെ റിസൾട്ടന്റായി എനിക്ക് ഈ ആറിന് എവിടെ കിട്ടുന്നത്. എങ്കിൽ ഒരു വസ്തുവിനെ, ഒരു വെക്ടറിനെ നമുക്ക് എന്തൊക്കെയായിട്ട് എഴുതാൻ പറ്റും? എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന ഫോമിൽ എഴുതാൻ പറ്റും. ഒരു വെക്ടറിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? എക്സ് കമ്പോണന്റുമായിട്ടും വൈ കമ്പോണന്റുമായിട്ടും എഴുതാൻ പറ്റുമെന്ന് നമ്മൾ കുറച്ച് മുന്നേ കണ്ടതുമാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതുമാണ്. ഇനി ചെയ്യാൻ പോകുന്നത്, ഒരു ഒബ്ജക്റ്റ് ഞാൻ വരയ്ക്കുന്ന പാത്തിലൂടെ പോവുകയാണ്. ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ പോയി എന്ന് വിചാരിക്കുക. ഇത് ആ ഒബ്ജക്റ്റ് പോയ ഒരു കർവ്ഡ് പാത്താണ്. ആ കർവ്ഡ് പാത്തിൽ ഒബ്ജക്റ്റ് പോയപ്പോൾ ആദ്യത്തെ ഒരു പൊസിഷൻ ഞാൻ ഫസ്റ്റ് ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ഈ ഒരു പോയിന്റ്, ആ ഒരു പോയിന്റിൽ വെച്ച് അവന്റെ പൊസിഷൻ വെക്ടർ R1 ആയിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ ഇവിടെ എത്തി. ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ അവന്റെ പൊസിഷൻ വെക്ടർ R2 എന്ന് വരയ്ക്കുന്നു. അപ്പോൾ ആദ്യം R1 എന്ന പൊസിഷൻ വെക്ടറിൽ ഉണ്ടായിരുന്ന ആള് പിന്നീട് ഇവിടെ എത്തി R2 എന്ന പൊസിഷൻ വെക്ടറിലേക്ക് എത്തി. അങ്ങനെയെങ്കിൽ ഇവന്റെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആണ്. നമ്മൾ പഠിച്ചു ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ എന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് എഴുതാം. അപ്പോ പൊസിഷൻ വെക്ടറിനുള്ള ജനറൽ ഇക്വേഷൻ നമ്മൾ എന്ത് എഴുതി? R ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് നമ്മൾ കുറച്ച് മുന്നേ എഴുതി വെച്ചു. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ എനിക്ക് ഞാൻ R എന്ന അക്ഷരം കൊണ്ട് എഴുതുകയാണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനെ ഞാൻ ഡെൽറ്റ R എന്ന അക്ഷരം കൊണ്ട് എഴുതുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് റെപ്രസെന്റഡ് ബൈ ലെറ്റർ ഡെൽറ്റ R. ഡെൽറ്റ R എന്ന് വെച്ചാൽ എന്താണ്? ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ ആണ്. ഫൈനൽ പൊസിഷൻ വെക്ടർ ആരാണ്? R2 മൈനസ് R1. ഇനി R2നും R1നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. R ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന ഇക്വേഷനിൽ R1 ഈസ് ഈക്വൽ ടു x1i പ്ലസ് y1j എന്ന് എഴുതുന്നു. അതുപോലെ തന്നെ R2 ഈസ് ഈക്വൽ ടു x2i പ്ലസ് y2j എന്ന് എഴുതുന്നു. ജനറൽ ഇക്വേഷനെ ഫസ്റ്റും സെക്കൻഡും ടേംസ് കൊടുത്ത് എഴുതുന്നു. ശേഷം എനിക്ക് R2ന് പകരം എന്തെന്ന് എഴുതാം? R2ന് പകരം x2i പ്ലസ് y2j മൈനസ് R1 ഉണ്ട്. R1ന് പകരം എന്ത് എഴുതാം? x1i പ്ലസ് y1j. ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്തെന്ന് കിട്ടും നമുക്ക്? ഇവിടെ x2i പ്ലസ് y2j മൈനസ് x1i. ഈ മൈനസ് ഇൻറ്റു ഈ മൈനസ് മൈനസ് ആവും. സോറി, ഈ മൈനസ് ഇൻറ്റു ഈ പ്ലസ് മൈനസ് ആവുന്നു. മൈനസ് y1j എന്ന് എഴുതാം. ഇനി എക്സ് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഐ വരുന്ന ആൾക്കാർ അടുത്തടുത്ത് എഴുതി കഴിഞ്ഞാൽ x2i മൈനസ് x1i എന്ന് എഴുതാം. x2i മൈനസ് x1i ഇവനിവിടെ ഉണ്ട് പ്ലസ് y2j മൈനസ് y1j എന്ന് എഴുതാം. ഇനി ഇവിടെ നിന്ന് ഐയും ജെയും ഇനി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് ഈക്വൽ ടു x2 മൈനസ് x1 ഇൻറ്റു ഐ പ്ലസ് y2 മൈനസ് y1 ഇൻറ്റു ജെ. ഇതാണ് ഡെൽറ്റ ആർ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ. ഇനി x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ എക്സ്, എക്സിലുള്ള വ്യത്യാസം. എങ്ങനെയെങ്കിൽ എക്സിലുള്ള വ്യത്യാസത്തെ നമ്മൾ എന്ത് അക്ഷരം കൊണ്ട് എഴുതും? ഡെൽറ്റ എക്സ് കൊണ്ട് എഴുതും അല്ലേ? ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഇതെന്താണ്? y2 മൈനസ് y1 എന്ന് വെച്ചാൽ ഡെൽറ്റ വൈ ജെ. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന് ഒരു ഇക്വേഷൻ കിട്ടി. ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന് കിട്ടി. ചെയ്ത കാര്യം എന്താ? എക്സ് വൈ പ്ലെയിനിൽ ഒരു പാർട്ടിക്കിൾ ഒരു കർവ്ഡ് പാത്ത് വഴി പോകുന്നു. മോളിൽ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റിൽ എത്തിയപ്പോൾ അവന്റെ പൊസിഷൻ വെക്ടർ R1 ആയിരുന്നു. രണ്ടാമത്തെ പോയിന്റിൽ എത്തിയപ്പോൾ അവന്റെ പൊസിഷൻ വെക്ടർ R2 ആയിരുന്നു. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എത്രയാണെന്നാണ്. ഈ ഒരു പാർട്ടിക്കിളിൽ ഫസ്റ്റ് പോയിന്റിൽ നിന്നും സെക്കൻഡ് പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവനുണ്ടായിരിക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന്. ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ പൊസിഷൻ വെക്ടർ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ R2 ആണ്.
ഇനിഷ്യൽ പൊസിഷൻ വെക്ടർ എന്ന് വെച്ചാൽ R1 ആണ്. R2 മൈനസ് R1 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് R എന്ന പൊസിഷൻ വെക്ടറിനുള്ള ജനറൽ ഇക്വേഷൻ ഞാനൊന്ന് നോക്കി. എന്ത് കിട്ടി? R is equal to xi plus yj എന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് R1നും R2നും രണ്ട് ഇക്വേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്സ് സോൾവ് ചെയ്തപ്പോൾ ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ ആണ് ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്നൊരു ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഡെൽറ്റ എക്സ് എന്നുള്ളത് x2 മൈനസ് x1 തുല്യമാണെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? x2 മൈനസ് x1 ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ആരുമാണ്? y2 മൈനസ് y1 ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡയറക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ വരയ്ക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ പാർട്ടിക്കൽ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത്. സോ ഡയറക്ഷൻ ഈസ് ലൈക്ക് ദിസ്. തൊട്ട് പോകും. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 ഡയമെൻഷണലിന്റെ കാര്യങ്ങൾ. ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കുക. ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആർ എന്ന ഇക്വേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നറിയാം. അങ്ങനെയെങ്കിൽ ഇതിന്റെ മോഡുലസ് എങ്ങനെ കണ്ടുപിടിക്കാം? മോഡുലസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് ഈക്വൽ ടു രണ്ടിനെയും സ്ക്വയർ ചെയ്ത് റൂട്ട് എടുക്കുക. ശരിയല്ലേ? എക്സും വൈയും ആയിരുന്നപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും ആണെങ്കിൽ എന്ത് എഴുതും? റൂട്ട് ഓഫ് ഡെൽറ്റ എക്സ് സ്ക്വയർ പ്ലസ് ഡെൽറ്റ വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇതാണ് ഡിസ്പ്ലേസ്മെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വെലോസിറ്റിയെ കുറിച്ചാണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തെന്ന് നമുക്കറിയാം. വെലോസിറ്റി ഇൻ 2D ആണ് നമുക്ക് അടുത്ത് പഠിക്കേണ്ടത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് വെലോസിറ്റി ഇൻ 2D ആണ്. വെലോസിറ്റി ഇൻ 2D പഠിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ എങ്ങനെ എഴുതുന്നു? ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിനുള്ള ഇക്വേഷൻ എന്താ മോളിൽ എഴുതാം? ഡെൽറ്റ ആർ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി ഇൻ 2D. സെയിം ഫിഗർ ആണ്. ഒരു പാർട്ടിക്കിൾ ഒരു കർവ്ഡ് പാത്ത് വഴി പോകുന്നു. രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്തു, രണ്ട് പൊസിഷൻ വെക്ടർ മാർക്ക് ചെയ്തു, R1ഉം R2. ശേഷം ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് വെലോസിറ്റി എന്താണെന്നാണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം. ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ആവറേജ് വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് ടൈം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ എന്ന് വെച്ചാൽ ഡെൽറ്റ ആർ ആണ്. ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ടൈമിനെ ഞാൻ ഡെൽറ്റ ടി എന്ന് എഴുതുന്നു. ഒരു ചെറിയ ടൈം ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഡെൽറ്റ ടി എന്ന് എഴുതുന്നു. ഇനി ഡെൽറ്റ ആറിനുള്ള ഇക്വേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. എന്താ ഡെൽറ്റ ആറിനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്? ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചു. അതിനെ നേരെ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? ഡെൽറ്റ എക്സ് ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് കിട്ടുന്നു. ശേഷം ചെയ്യാൻ പോകുന്നത് ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ഡെൽറ്റ വൈ ജെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ. ഇനി എക്സ് ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ആയിരിക്കും. വൈ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. എക്സ് ബൈ ടി എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണെങ്കിൽ അതിന് നമുക്ക് എന്ത് കിട്ടും? എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആയ വി എക്സ് ഐ എന്ന് കിട്ടുന്നു. പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി വൈ ബൈ ഡി ടി എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷൻ വെക്ടറിന്റെ വൈ കമ്പോണന്റിലുള്ള ചേഞ്ച് ഡിവൈഡഡ് ബൈ ടൈം ആണ്. അപ്പോൾ വൈ ബൈ ടി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ ഇൻറ്റു ജെ. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷനായി നമുക്ക് കിട്ടുന്നത്. വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് കിട്ടുന്നു. എന്താ നമ്മൾ ചെയ്തത്? തൊട്ട് മുന്നേ പറഞ്ഞ കണ്ടീഷൻ തന്നെ എടുക്കുന്നു. അവിടെ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന ഇക്വേഷനിലേക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂവും ടൈമിന്റെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം സോൾവ് ചെയ്യുന്നു. എക്സ് ബൈ ടി അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അസ്യൂം ചെയ്തു? എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ്. ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റിയുടെ കമ്പോണന്റ്. എന്താ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ അങ്ങ് വിട്ടേക്കുക. ഈ ഒരു വസ്തുവിന് ഈ ഒരു പൊസിഷൻ വെക്ടർ നമ്മൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി അവനൊരു വെലോസിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു വെലോസിറ്റി വെക്ടറിനെയും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഒരു വെലോസിറ്റി വെക്ടർ, ആ വെലോസിറ്റി വെക്ടറിനെയും നമുക്കൊരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഈ കാണുന്ന വെലോസിറ്റിയാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന വെലോസിറ്റി. ആ വെലോസിറ്റി എന്തൊക്കെയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം? ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി എന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും അതിനുള്ളിൽ ഡൗട്ട് മീൻസ് എന്തെങ്കിലും അതിൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനി അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇത്ര കാര്യം മാത്രം പഠിക്കുക. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഈ വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഇതാണ് ആ വസ്തുവിന്റെ പാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പോയിന്റിലുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും ആ പോയിന്റിലുള്ള ടാൻജന്റിന്റെ ഡയറക്ഷൻ അങ്ങ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ടാൻജന്റ്, ഇവിടെ വെച്ചിട്ട് വെലോസിറ്റി ഡയറക്ഷൻ കഴിഞ്ഞാൽ ചോദിച്ചാലും ടാൻജന്റ് ആണ്. അപ്പോൾ ആ ഒരു വസ്തുവിന്റെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ പാത്തിന്റെ ഏത് പോയിന്റിൽ വെച്ചാണോ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളത് അവിടത്തെ എന്ത് കണ്ടുപിടിക്കേണ്ടി വരും? നമ്മൾ ടാൻജന്റിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക. അപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വന്നേക്കാം, ഇതൊരു കർവ്ഡ് പാത്തിലല്ലാതെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലോ എന്ന്. അപ്പോൾ നേരത്തെ നമ്മൾ വരച്ചൊരു കർവ്ഡ് പാത്തിലൂടെയാണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണെങ്കിൽ എങ്ങനെ ടാൻജന്റ് എടുക്കും എന്നുള്ളത്. സ്ട്രെയിറ്റ് ലൈൻ പാത്തിലാണെന്നുണ്ടെങ്കിൽ ടാൻജന്റിന്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും. പാർട്ടിക്കിൾ പോകുന്ന അതേ ഡയറക്ഷനിൽ തന്നെയായിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷനും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കർവ്ഡ് പാത്താണെന്നുണ്ടെങ്കിൽ എന്താണ്? ടാൻജൻഷ്യൽ ആയിരിക്കും ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഓർത്തിരിക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റിയെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്താണെന്ന് അറിയണം ഇൻ 2D. അടുത്ത് നോക്കേണ്ടത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ 2D ആണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അല്ലേ? ലിമിറ്റ് ഡെൽറ്റ വി ബൈ, അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ എന്ത് പഠിച്ചു? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v is equal to ലിമിറ്റ് ഡെൽറ്റ t tends to 0 ഡെൽറ്റ v divided by ഡെൽറ്റ t is equal to ഡെൽറ്റ x divided by ഡെൽറ്റ t is equal to dx by dt എന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു മുന്നേ ആയിട്ട്. എന്താ പഠിച്ചിരുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി is equal to ലിമിറ്റ് ഡെൽറ്റ t tends to 0 ഡെൽറ്റ x divided by ഡെൽറ്റ t is equal to dx by dt എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിരുന്നു. ഏതെങ്കിലും ഒരു വളരെ ചെറിയ ടൈം ഇന്റർവെല്ലിൽ ഒരു വസ്തുവിനുണ്ടാവുന്ന വെലോസിറ്റിയെ കുറിച്ച് പഠിക്കുന്നതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു വസ്തുവിന്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയിൽ ചെയ്യുന്നത്? ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി v is equal to ലിമിറ്റ് ഡെൽറ്റ t tends to 0 ഡെൽറ്റ x by ഡെൽറ്റ t ആയിരുന്നു നമ്മൾ അവിടെ എടുത്തത് അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എടുത്തു. പക്ഷെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ ഏത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? ഡെൽറ്റ r കൊണ്ടാണ് അല്ലേ? ഇപ്പൊ എന്ത് വരും? ലിമിറ്റ് ഡെൽറ്റ t tends to 0 ഡെൽറ്റ r divided by ഡെൽറ്റ t is equal to dr divided by dt എന്നാണ്. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ ആറിനുള്ള വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഡെൽറ്റ ആറിനുള്ള വാല്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? is equal to ലിമിറ്റ് ഡെൽറ്റ t tends to 0 ഡെൽറ്റ ആറിന് പകരം ഇവിടെ നിന്നുള്ള വാല്യൂ നമ്മൾ ഈ എടുത്തിട്ടുള്ള വാല്യൂ ഡെൽറ്റ xi പ്ലസ് ഡെൽറ്റ yj എന്നുള്ള വാല്യൂ ഡെൽറ്റ xi പ്ലസ് ഡെൽറ്റ yj ഡിവൈഡഡ് ബൈ ഡെൽറ്റ t. അതിനുശേഷം ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് രണ്ട് ആൾക്കാർക്ക് വേണ്ടി കൊടുക്കുക. നമ്മൾ a ഇൻറ്റു ബി പ്ലസ് സി എന്നുള്ള ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ നമ്മൾ എ ബി പ്ലസ് എ സി എന്ന് എഴുതുന്നത് പോലെ ഇവിടെ ലിമിറ്റ് രണ്ടുപേർക്കായിട്ട് കൊടുക്കുക. ലിമിറ്റ് രണ്ടുപേർക്കായിട്ട് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇതാ ഇവിടെ ഒരു ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് എക്സിനും കൊടുക്കും ഒയ്ക്കും കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഐ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ഇനി ലിമിറ്റ് രണ്ടാമത്തെ ആളിന് കൊടുക്കുക. എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ. ഇനി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്തായാലും ഡി എക്സ് ബൈ ഡി ടി ആയിരുന്നു അല്ലേ? അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ഇത് എന്താവും? ഡി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഐ എന്നാവും. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടിയുടെ ലിമിറ്റ് ഡി എക്സ് ബൈ ഡി ടി ആവുമെന്നുണ്ടെങ്കിൽ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡി വൈ ബൈ ഡി ടി എന്താവും? സോറി ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി എന്തായിട്ട് മാറും?
ഡി വൈ ബൈ ഡി ടി ആവും. ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ജെ. കിട്ടിയ ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ. ഇക്വേഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡയറക്ഷൻ അപ്പോൾ എന്തായിരിക്കും? നമ്മൾ നേരത്തെ പഠിച്ചു പോലെ ടാൻജന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? അപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷനോട് എഴുതാം. വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്നുള്ളതിന് എന്താണെന്ന് എഴുതാം? ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ വെലോസിറ്റി ആണ് അല്ലേ? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻ വൈ ഡയറക്ഷൻ വി വൈ ഇൻറ്റു ജെ. ഇത് അടുത്ത ഇക്വേഷൻ കിട്ടുന്നു. ഇതെല്ലാം നമ്മൾ എവിടെ പഠിച്ചതാ? ഇതെല്ലാം നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. കാര്യം ഡി എക്സ് ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണെന്ന് പഠിച്ചു? വെലോസിറ്റി ആണെന്ന് പഠിച്ചു. എവിടെ പഠിച്ചു? മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിൽ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. അതാ നമ്മൾ ഇവിടെ എടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പഠിച്ച കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതിനെ ഫുള്ളായിട്ട് ഉൾക്കൊണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ എന്തെഴുതാം നമുക്ക്? ആർ എന്നൊരു വെക്ടർ ഉണ്ടെങ്കിൽ അത് എക്സ് ഐ പ്ലസ് വൈ ജെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എന്ത് എഴുതി? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെയെങ്കിൽ ഈ ഒരു വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? റൂട്ട് ഓഫ് ദിസ് സ്ക്വയർ പ്ലസ് ദിസ് സ്ക്വയർ വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ നമ്മളിപ്പോൾ പഠിച്ചു വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനിൽ പഠിച്ചിരുന്നു. ശേഷം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷനിൽ പഠിച്ചു. കുറേ അധികം ഇക്വേഷൻസ് പഠിച്ചു. ഇക്വേഷൻസ് എല്ലാം എങ്ങനെ കിട്ടിയെന്നും അതിന്റെ പ്രൂഫും നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി അടുത്ത പഠിക്കേണ്ടത് ആക്സിലറേഷൻ ഇൻ 2 ഡയമെൻഷനൽ. അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് ആക്സിലറേഷൻ ഇൻ 2 ഡയമെൻഷനൽ. 2 ഡയമെൻഷനുള്ള ആക്സിലറേഷൻ എന്താണ്? ഫിഗർ എല്ലാം നേരത്തെ എടുത്ത് തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. ഞാൻ ഇവിടെ നിന്ന് മായ്ച്ച് കളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാമെന്നുള്ളത്. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇതാ ഇവിടെ കൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എന്ത് പഠിച്ചു വെച്ചു? വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് ഇപ്പം നമ്മൾ പഠിച്ചു. വി എന്നുള്ളത് വി എക്സ് ഐ പ്ലസ് വി വൈ ജെ ആണെങ്കിൽ ഡെൽറ്റ വി എന്നുള്ള എനിക്ക് എന്ത് എഴുതാം? ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എക്സ് ഐ പ്ലസ് ഡെൽറ്റ വി വൈ ജെ എന്ന് എഴുതാം. വി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്നുള്ളതിന് ഞാനൊന്ന് മാറ്റി എഴുതി ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എക്സ് പ്ലസ് ഡെൽറ്റ വി വൈ ജെ എന്ന് എഴുതി. കാരണങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നുള്ളത് ഒന്നും പറയുന്നില്ല, നമുക്കിത് മാത്രം മതി. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ വി എക്സ് ഐ പ്ലസ് ഡെൽറ്റ വി വൈ ജെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ശേഷം എല്ലായിടത്തും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നു. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഡെൽറ്റ വി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ പ്ലസ് ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ എന്ന് എഴുതുന്നു. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇൻ എക്സ് ഡയറക്ഷൻ. ഇപ്പോൾ നമുക്കതിന് എന്ത് കിട്ടും? ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് കിട്ടും. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. ഏത് ഡയറക്ഷനിലുള്ളതാ പറഞ്ഞിരിക്കുന്നത്? എക്സ് ഡയറക്ഷനിലുള്ളതാണ്. സോ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എന്താ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി തന്നെയാണ് അലോങ് ദ ഡയറക്ഷൻ വൈ. എന്ത് കിട്ടും? എ വൈ അലോങ് ദ ഡയറക്ഷൻ ജെ. അപ്പോൾ ആക്സിലറേഷൻ ഇക്വേഷൻ നമുക്ക് കിട്ടും. ആക്സിലറേഷൻ വെക്ടർ ഈസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്ന് കിട്ടുന്നു. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഏകദേശം ഒരേ ജാതിയിലുള്ള ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? ആർ ഈസ് ഈക്വൽ ടു നമ്മൾ കണ്ടത് എക്സ് ഐ പ്ലസ് വൈ ജെ എന്ന് കിട്ടി. വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ എന്ന് കിട്ടി. ഇപ്പോൾ ആക്സിലറേഷൻ കിട്ടി എന്താണ്? എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്ന് തന്നെയാണ്. എല്ലാം ഏകദേശം ഒരേ ടൈപ്പ് ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ ആ ഒരു ടൈപ്പ് ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇക്വേഷൻ ആക്സിലറേഷൻ ഇക്വേഷൻ കിട്ടിയതാണ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്ന് കിട്ടുന്നു. ഇനി അടുത്തത് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമുക്ക് എന്തെന്നറിയാം? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി എന്നൊരു ഇക്വേഷൻ നമുക്ക് അറിയാം. അതേ രീതി തന്നെയാണ് ഇവിടെയും പോകുന്നത്. ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട്
ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് കിട്ടും. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അത് ഞാൻ 2 ഡയമെൻഷനിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഡെൽറ്റ വിക്ക് പകരം നമ്മൾ കുറച്ച് മുന്നേ എടുത്ത ആ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതുപോലെ തന്നെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ വി എക്സ് ഐ പ്ലസ് ഡെൽറ്റ വി വൈ ജെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് രണ്ടുപേർക്കായിട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി എക്സ് ഐ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ. ഇപ്പോൾ വി എക്സ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ ആരാണ്? ആക്സിലറേഷൻ ഇൻ എ ഡയറക്ഷൻ ആണ് അല്ലെ, സോറി എക്സ് ഡയറക്ഷൻ ആണ്. ഇതുപോലെ തന്നെ എന്ത് കിട്ടും? നമുക്കിത് ആക്സിലറേഷൻ ആയിരുന്നു, പക്ഷേ ലിമിറ്റ് കൂടെ കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെന്ന് എഴുതൂ? ഡി വി ബൈ ഡി ടി എന്ന് എഴുതും അല്ലേ, ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി. ഈ ഇതിനെ ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാൻ പറ്റുമല്ലോ നമുക്ക്. എന്തുകൊണ്ട് ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് എഴുതാം? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഡി വി ബൈ ഡി ടി എന്ന് എഴുതാമായിരുന്നു. ജനറൽ ഇക്വേഷൻ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി തന്നെയാണ്, പകരം ഒരു എക്സും കൂടെ ഉണ്ട്. ഇപ്പം എന്തെഴുതും? ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി അല്ലെങ്കിൽ ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എന്താണ്? ഇവിടെയും ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരുന്നു. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഡി വി ബൈ ഡി ടി എന്ന് എഴുതുമായിരുന്നു. ഇവിടെ എന്താ? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡി ടി, സോറി ഡെൽറ്റ ടി. ഇപ്പം എന്തെഴുതാം? ഡി വി വൈ ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ജെ എന്ന് എഴുതാം. ഇനി ഡി വി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്, ശരിയല്ലേ? ഇവിടെ ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ആക്സിലറേഷൻ തന്നെയായിരിക്കും ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഐ. ആക്സിലറേഷൻ ഇൻ എക്സ് ഡയറക്ഷൻ ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എന്താണ്? ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ, ആക്സിലറേഷൻ ഇൻ വൈ ഡയറക്ഷൻ ഇൻറ്റു ജെ. ഇക്വേഷൻ കിട്ടിയല്ലോ, ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കുന്നു. സത്യത്തിൽ ആ ഇക്വേഷൻ ഒരുപോലെ തന്നെയാണ്, പക്ഷെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഈ ഒരു ഇക്വേഷനിൽ എ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ വി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു, ശരിയല്ലേ? എ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ വി എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആയിരുന്നു. എ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടിയും ആയിരിക്കും. പക്ഷേ ഈ ഒരു ഇക്വേഷനിൽ എ എക്സ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ അല്ല, ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. ഡി വി എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. എന്താണ് ഡെൽറ്റയും എന്താണ് ഡെൽറ്റ വി എക്സും എന്താണ് ഡി വി എക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞു തരാൻ പറ്റിയാൽ ഡെൽറ്റ വി എക്സ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വെലോസിറ്റിയാണ്. അതിനേക്കാളും ഒരു കുഞ്ഞു വെലോസിറ്റിയാണ് ഡി വി എക്സ് എന്ന് വെച്ചാൽ. അത്രയും ഇപ്പൊ പറഞ്ഞിട്ടാണുള്ള നിവൃത്തിയുള്ളൂ. അപ്പോൾ നമുക്കിത് കിട്ടുന്നു. അപ്പം നമ്മളിതിപ്പോൾ പഠിച്ചത് ഡിസ്പ്ലേസ്മെന്റ് ഇൻ 2 ഡയമെൻഷണൽ, വെലോസിറ്റി ഇൻ 2 ഡയമെൻഷണൽ, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷണൽ, ആക്സിലറേഷൻ ആൻഡ് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഇൻ 2D. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്യണം. ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഒരു പ്രോബ്ലമാണ്, നല്ലപോലെ ശ്രദ്ധിക്കുക. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ r is equal to 3.0 ti plus 2.0 t square j plus 5.0 k എന്നൊരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ തന്നിട്ട് പറഞ്ഞിരിക്കുന്നു വേർ t is in seconds and r is in meters. അതിൽ തന്നിരിക്കുന്നതിൽ t എന്നുള്ളത് സെക്കൻഡിലും r എന്നുള്ളത് മീറ്ററിലുമാണ്. ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് വി ടി ആൻഡ് എ ടി. എന്താണ് വി ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റി ഇൻ ടൈം ടി അതാ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ v5 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഇൻ 5th സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. v(10) എന്ന് കാണിച്ചിരുന്നാൽ ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി ഇൻ 10th സെക്കൻഡ് എന്നാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടി സമയത്തുള്ള വെലോസിറ്റി കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൻഡ് എ ടി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ആക്സിലറേഷൻ ഇൻ ടി ടൈം, ടി സമയത്തുള്ള ആക്സിലറേഷൻ. അത് ആക്സിലറേഷൻ ഇൻറ്റു ടൈമായ എ ടിയും
രണ്ടും ഇത് സൂചിപ്പിക്കുന്നത് ആക്സിലറേഷൻ ഇൻ 10th സെക്കൻഡ് എന്നോ അല്ലെങ്കിൽ ഏതാണോ ടി കിടക്കുന്നത് അതാ സൂചിപ്പിക്കുന്നത്. ആക്സിലറേഷൻ ഇൻ ദാറ്റ് ടൈം എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ആ പ്രോബ്ലത്തേക്ക് നമുക്കൊന്ന് പോകാം. ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ തുടക്ക ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇനി എടുക്കുകയാണ്. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്കറിയാം അല്ലേ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആണെങ്കിൽ 1 എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് ആണെങ്കിൽ 0 എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ ആണെന്നുണ്ടെങ്കിൽ എൻ എക്സ് റൈസ് ടു n-1 എന്നും ഡി ബൈ ഡി എക്സ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു എ വേരിയബിൾ എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റന്റിനെ ഇങ്ങനെ പുറത്തെടുക്കാമെന്നും നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ചോദിക്കുകയും വേണം. ഇവിടെ അവർ ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ളത് ആരാണ്? പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലേ. പൊസിഷൻ എത്രയും തന്നു? പൊസിഷൻ r is equal to 3.0 t into I plus 2.0 t square into j plus 5.0 into k. ഈ 0.0 ഒക്കെ നമുക്ക് എടുത്ത് കളയാം കേട്ടോ. അതിന് ആവശ്യമില്ല. ക്വസ്റ്റ്യനിൽ അവർ കിടക്കുന്നെങ്കിൽ കിടന്നോട്ടെ, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അതിന് ആവശ്യമില്ല, എടുത്ത് കളയാം. ഇനി ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി ഇൻ ടൈം ടി കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്താ വെലോസിറ്റിയുടെ ഇക്വേഷൻ? നമ്മൾ ഇപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ dr ഡിവൈഡഡ് ബൈ ഡി ടി. dr ഡിവൈഡഡ് ബൈ ഡി ടി എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും? വളരെ ഈസിയായി വെലോസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ചെയ്ത് നോക്കാം നമുക്ക്. ഡി ബൈ ഡി ടി ഓഫ് ആറിന്റെ വാല്യൂ എത്ര ആഡ് ചെയ്താൽ കിടക്കുന്നു? ഇപ്പം എന്താണ്? 3ti പ്ലസ് 2t സ്ക്വയർ ജെ പ്ലസ് 5k എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഓരോ ആൾക്കാർക്കും കൊടുക്കുക. ഓരോ ആൾക്കാർക്കും കൊടുക്കുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് 3ti പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 2t സ്ക്വയർ ജെ, ഡി ബൈ ഡി ടി ഓഫ് 2t സ്ക്വയർ ജെ. ഇനി ആരുണ്ട്? പ്ലസ് ഡി ബൈ ഡി ടി ഓഫ് 5k. ഇനി നമുക്ക് ചെയ്യാമല്ലോ. ഇവിടെ ഡി ബൈ ഡി എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എക്സ് വരുന്ന ആൾക്കാരെയാണ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഇല്ലാത്ത ആൾക്കാരെയൊന്നും നമുക്ക്, എക്സ് ഇല്ലാത്ത ആൾക്കാരെയൊന്നും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ആരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ടി വരുന്ന ആൾക്കാരെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിൽ കിടക്കുന്ന എന്താ? ഡി ബൈ ഡി ടി ഓഫ് 3ti. ഇത് 3 ഒരു കോൺസ്റ്റന്റ് ആണല്ലോ. 3 കഴിഞ്ഞ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ഇൻറ്റു ഐ പ്ലസ് ഇവിടെ ആര് കോൺസ്റ്റന്റ് ഉണ്ട്? 2 കോൺസ്റ്റന്റ് ഉണ്ട്. 2നെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് ഇവിടെ ആരുണ്ട്? ഇത് 5k എന്നുള്ളത് യൂണിറ്റ് വെക്ടർ ആണ്. സോ ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ് മാത്രമാണ് കിടക്കുന്നത്. ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5k എന്ന് വെച്ചാൽ ടിയെ വെച്ച് നോക്കുന്നെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എ കോൺസ്റ്റന്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ എത്രയെന്ന് കിട്ടും? 0 എന്ന് കിട്ടും അല്ലേ. കോൺസ്റ്റന്റ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല, 0 എന്ന് മാത്രം കിട്ടും. ഇനി നമുക്ക് എന്താ ഇവിടെ എന്ത് കിട്ടും? ഡി ടി ബൈ ഡി ടി എന്ന് വെച്ചാൽ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ടി, അതാ ഉദ്ദേശിക്കുന്നത്. എത്രയാ വാല്യൂ? 1 ആണ് അല്ലേ. ഇത് പ്രകാരം 1 ആണ്. ഇപ്പം എന്ത് കിട്ടും? ആൻസർ ഈസ് 3 ഇൻറ്റു ഐ പ്ലസ് ഇവിടെ എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ. ഡി ബൈ ഡി ടി ഓഫ് എക്സ് റൈസ് ടു എൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതിയേനെ? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതിയാണ്. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം? പ്ലസ് 2 ഇൻറ്റു ഇവിടെ എന്താ? ടി റൈസ് ടു 2 എന്നാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ടിയും എന്നിന്റെ സ്ഥാനത്ത് 2ഉമാണ്. ഇപ്പം എന്ത് കിട്ടും? 2 വേണ്ട, എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആയിരുന്നു ഇക്വേഷൻ വരേണ്ടിയിരുന്നത്. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് എത്രയാണ്? 2, എക്സിന്റെ സ്ഥാനത്ത് എത്രയാണ്? ടി. 2t റൈസ് ടു n മൈനസ് 1, 2 മൈനസ് 1. ആൻസർ ഈസ് 2t. ഇത് എത്രയെന്ന് കിട്ടും? 2 ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ എന്ന് വെച്ചാൽ 2t ഇൻറ്റു ജെ. അപ്പോൾ നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടും? ഇറ്റ് ഈസ് ഈക്വൽ ടു 3i പ്ലസ് 2 ഇൻറ്റു 2 4tj. ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. വെലോസിറ്റിയുടെ ആൻസർ അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? v ഈസ് ഈക്വൽ ടു 3i പ്ലസ് 4tj എന്ന് കിട്ടുന്നു. 3i പ്ലസ് 4tj എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ കുറച്ചുകൂടെ ഒരു വൃത്തിയായിട്ട്? വെലോസിറ്റി v ഓഫ് t ഈസ് ഈക്വൽ ടു ഇതെന്താ? 3i പ്ലസ് 4tj ആണ് അല്ലേ. നമുക്ക് 3.0 ക്വസ്റ്റ്യൻ ലാ മോഡൽ അല്ലേ. 3.0i പ്ലസ് 4.0t ഇൻറ്റു ജെ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് കിട്ടി. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ശേഷം ചോദിച്ചിട്ടുള്ളത് ആരെ കണ്ടുപിടിക്കാൻ ചോദിച്ചു? ആക്സിലറേഷൻ ഇൻ ടി ടൈം ചോദിച്ചു.
ഈ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ ഇൻ ടി ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ dv ഡിവൈഡഡ് ബൈ dt ആണെന്ന് നമുക്ക് അറിയാം. പഠിച്ചു വെച്ചിട്ടുണ്ട്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ന്. വെലോസിറ്റിയുടെ വാല്യൂ കൊടുത്താൽ പോരെ? വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? d/dt ഓഫ് 3i പ്ലസ് 4tj. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഇപ്പം എന്ത് കിട്ടും? d/dt ഓഫ് 3i പ്ലസ് d/dt ഓഫ് 4tj. ബ്രാക്കറ്റ് കൊടുക്കാം. എന്ത് ചെയ്യണം നമ്മൾ? ഇവിടെ കോൺസ്റ്റന്റ് ആണ് 3i എന്ന് വെച്ച് കഴിഞ്ഞാൽ dt റെസ്പെക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അത് പോയി 0 പ്ലസ് ഇവിടെ എന്ത് വരും? 4 ഇങ്ങ് കോൺസ്റ്റന്റ് വെളി വരും. 4 ഇൻറ്റു dt/dt ഇൻറ്റു j എന്ന് കിട്ടും. dt/dt 1 ആയതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 4j എന്ന് കിട്ടും ആക്സിലറേഷന്റെ വാല്യൂ. അപ്പോൾ ആക്സിലറേഷന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടും? 4i എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്തത് 4j എന്നൊരു ആൻസർ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അതിന് മുന്നേ ഇതൊന്ന് പറഞ്ഞു നിർത്താം. വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, ഡിഫറൻഷിയേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു, സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷം ഫൈനൽ ആൻസർ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? ആക്സിലറേഷനെ കണ്ടുപിടിച്ചു. അത് ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ്. ആക്സിലറേഷനെ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ആൻസർ 4j എന്ന് കിട്ടുന്നു. ഇനി തീർന്നിട്ടില്ല. ക്വസ്റ്റ്യനിൽ അടുത്ത അവർ ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് t = 1 സെക്കൻഡ്. t = 1 സെക്കൻഡ് വരുന്ന സമയത്ത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റിയുടെ ജനറൽ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എന്താണ്? v of t = 3i പ്ലസ് 4tj എന്നൊരു ഇക്വേഷനാണ് നമുക്ക് ജനറൽ ഇക്വേഷൻ കിട്ടിയത്. ഇനി ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി അറ്റ് 1 സെക്കൻഡ്. സോ v of 1 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. v of 1 = tക്ക് പകരം 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. tക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3i പ്ലസ് 4 into 1 into j. So the answer is 3i plus 4 into 1 is 4 itself, 4j. This is the velocity at 1 second. 1 second ഉള്ള വെലോസിറ്റി ആണ് 3i plus 4j എന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചത് ഓർക്കുക, നമ്മളൊരു വെക്ടർ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെക്ടറിനെ നമ്മൾ ഇങ്ങനെ ഒരു വെക്ടറും ഇങ്ങനെ ഒരു വെക്ടറുമായിട്ട് എടുത്തിരുന്നു അല്ലേ? ഇതിനുശേഷം തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇതാണെന്ന് എടുത്തതിന് ശേഷം അത് എത്ര ആംഗിൾ ഇതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് 6 എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ ഇതിനെ 6x എന്ന് എഴുതാം, ഇതിനെ 6y എന്ന് എഴുതാം. 6ന്റെ x കമ്പോണന്റിലുള്ളതും y കമ്പോണന്റിലുള്ളതും. എങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന് എന്ത് എഴുതാം? r is equal to rx plus ry എന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് എഴുതാം. ഇനി ഈ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നിന്ന് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ദിസ് സൈഡ് ഡിവൈഡഡ് ബൈ ദിസ് സൈഡ്. ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? ry ആണ്. ry ഡിവൈഡഡ് ബൈ ഈ സൈഡ് എന്ന് വെച്ചാൽ ആരാണ്? rx ആണ്. എങ്കിൽ തീറ്റ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് ry ഡിവൈഡഡ് ബൈ rx എഴുതാൻ പറ്റും. ഇനി ഇവിടെ നിന്ന് ആംഗിൾ കണ്ടുപിടിച്ചുകൂടി? ഈ ഒരു വെലോസിറ്റിയുടെ ആംഗിൾ കണ്ടുപിടിക്കാമല്ലോ, ഡയറക്ഷൻ കണ്ടുപിടിക്കാമല്ലോ. എവന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? രണ്ടും കൂടെ പരസ്പരം ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ഇവിടെ എന്താ നമുക്ക് ഡയറക്ഷൻ കിട്ടുന്നത്? തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ഡിവൈഡഡ് ബൈ എക്സ് ആണ് അല്ലേ? y എന്ന് വെച്ചാൽ j കമ്പോണന്റ് ഡിവൈഡഡ് ബൈ എക്സ് കമ്പോണന്റ്. എന്ത് കിട്ടും? 4 ഡിവൈഡഡ് ബൈ 3. ടാൻ ഇൻവേഴ്സ് ഓഫ് 4 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 53 എന്ന് കിട്ടുന്നു. ആൻസർ 53 ഡിഗ്രി എന്ന് കിട്ടുന്നു. നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ ആൻഡ് ആക്സിലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, ഈ എല്ലാ കാര്യങ്ങളും നല്ലപോലെ ശ്രദ്ധിച്ച് നോക്കുക. കാര്യം ഇത് കൂടുതലും മാത്സിന്റെ ആപ്ലിക്കേഷൻ വരുന്നതും മുന്നേ നമ്മൾ പഠിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. പഠിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുമാണ്. ഇത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് അത് പഠിച്ച് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്തെത്തിക്കാൻ പറ്റുന്നൊരു പ്രോബ്ലവുമാണ്. പിന്നെ ഇതുപോലത്തെ പ്രോബ്ലം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് പഠിച്ച് നിർത്തിയുള്ളൂ. വൃത്തിയായിട്ട് പഠിച്ചെടുത്തേ മതിയാവൂ. നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യാം. സെയിം മെത്തേഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ r is equal to 3.0 ti minus 2.0 t²j plus 4.0 km, where t is in seconds and r is in meters. Find velocity and acceleration. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് 2 seconds. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നും തന്നെ വളരെ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ r is equal to
അവസാനം ഒരു എമ്മും കൂടെ കിടപ്പുണ്ട്. എന്നെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, പൊസിഷനാണ് അതിന്റെ യൂണിറ്റ് ആയിട്ട് മീറ്ററിനെ തന്നിരിക്കുന്നത് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്? പൊസിഷൻ തന്നിട്ടുണ്ട് അല്ലേ. R is equal to 3ti minus 2t²j plus 4k into 4k മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എന്തറിയാം? dr ഡിവൈഡഡ് ബൈ dt ആണെന്ന് നമുക്ക് പറയാം. dr ഡിവൈഡഡ് ബൈ dt നമ്മൾ എന്ത് ചെയ്യുന്നു? ആറിന് പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. d ബൈ dt ഓഫ് ആറിന് പകരം 3ti മൈനസ് 2t²j പ്ലസ് 4k മീറ്റർ ആണ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് യൂണിറ്റ് ആണ്, കൊടുക്കേണ്ട ആവശ്യമില്ല. ചെയ്തു. ഇനി അടുത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഓരോന്നിനും ഡിഫറൻസിയേഷൻ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? d ബൈ dt ഓഫ് 3ti d ബൈ dt ഓഫ് 3ti പ്ലസ് ഇവിടെ മൈനസ് ആണ് അല്ലേ, ഇപ്പൊ രണ്ടാമത് മൈനസ് ആണ്, മൈനസ് d ബൈ dt ഓഫ് 2t²j d ബൈ dt ഓഫ് 2t²j അടുത്ത ആരാണ്? ഇത് ഇൻറ്റു ഇത് പ്ലസ് d ബൈ dt ഓഫ് 4k. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിഫറൻസിയേഷൻ ചെയ്യണം. ഡിഫറൻസിയേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ 3 ഒരു കോൺസ്റ്റന്റ് ആണ്, പുറത്തെടുക്കാം. 3 ഇൻറ്റു പിന്നെ ആരുണ്ട്? dt ഡിവൈഡഡ് ബൈ dt ഇൻറ്റു i മൈനസ് ഇവിടെ ആരുണ്ട്? 2 ഇഞ്ഞ് കോമൺ ആയിട്ട് എടുക്കുക അല്ലേ, സോറി കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. 2 ഇൻറ്റു d ബൈ dt ഓഫ് t² ഇൻറ്റു j പ്ലസ് ഇവിടെ ആരാ? ഒരു കോൺസ്റ്റന്റ് മാത്രമാണ് ഉള്ളത് അല്ലേ. കോൺസ്റ്റന്റ് മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ എന്ത് വരും? 0 വരും. അപ്പോൾ അവർ പോയി. ഇനി ഇതിനെ നമുക്ക് ചെയ്യാമല്ലോ. dt ബൈ dt എന്ന് വെച്ചാൽ എന്താണ്? dx ബൈ dxും dt ബൈ dtയും dy ബൈ dyയും എല്ലാം എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. എന്ത് കിട്ടും? ഇത് 3 ഇൻറ്റു i എന്ന് എഴുതാം. ഇവിടെ ആര് വരും? മൈനസ് 2 ഇൻറ്റു d ബൈ dt ഓഫ് t² എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? d ബൈ dt ഓഫ് t² എന്ന് വെച്ച് കഴിഞ്ഞാൽ t² എന്ന് വെച്ച് കഴിഞ്ഞാൽ 2t റൈസ് ടു 2 മൈനസ് 1 ആയ 2t ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? മൈനസ് 2 ഇൻറ്റു 2t ഇൻറ്റു j. അപ്പോൾ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും? വെലോസിറ്റി v ഇസ് ഈക്വൽ ടു 3i മൈനസ് 2 ഇൻറ്റു 2 ഇസ് 4tj. വെലോസിറ്റി നമുക്ക് കിട്ടി. ഇനി അടുത്തവരെന്ത് ചോദിച്ചിട്ടുണ്ട്? വെലോസിറ്റിയും ചോദിച്ചിട്ടുണ്ട്, ആക്സിലറേഷൻ ചോദിച്ചിട്ടുണ്ട്. അത് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്ക് എഴുതുകയാണ്. ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു dv ഡിവൈഡഡ് ബൈ dt അറിയാന്നുള്ള ഇക്വേഷൻ. d ബൈ dt ഓഫ് വിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുന്നു. എന്താണ്? 3i മൈനസ് 4tj 3i മൈനസ് 4tj. എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഡിഫറൻസിയേഷൻ രണ്ടുപേർക്കായിട്ട് കൊടുക്കുക. is equal to d by dt of 3i d by dt of 3i ഇനി അടുത്തത് d by dt of 4j വരും അല്ലേ. മൈനസ് d by dt of എന്തുകൊണ്ട് മൈനസ് വന്നു? ഇവിടെ മൈനസ് ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. d by dt of 4tj. ആദ്യം നോക്കിയ ഇത് കോൺസ്റ്റന്റ് ആണ്. 3i എന്ന് വെച്ചാൽ t യെ റെസ്പെക്ട് ചെയ്ത് അതിനകത്ത് t എന്ന് പറയുന്ന ആളെ വന്നിട്ടില്ല, അതുകൊണ്ട് അവൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇതെന്ത് കിട്ടും? 0 മൈനസ് d ബൈ dt ഓഫ് 4tj ആരാണ്? 4നെ ഇനി വെളിയിലെടുക്കാം. 4 ഇൻറ്റു dt ഡിവൈഡഡ് ബൈ dt ഇൻറ്റു j. ആൻസർ എന്തെന്ന് കിട്ടും? dt ഡിവൈഡഡ് ബൈ dt എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ മൈനസ് 4 ഇൻറ്റു 1 ഇൻറ്റു j ദാറ്റ് ഈസ് മൈനസ് 4j എന്ന് കിട്ടും ആക്സിലറേഷന്റെ വാല്യൂ. ജോലി തീർന്നു. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി അറ്റ് 2 seconds. അപ്പോൾ വെലോസിറ്റിയുടെ ഇൻ 2 seconds കണ്ടുപിടിക്കണം. അപ്പോൾ ജനറൽ വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? v is equal to 3i minus 4tj എന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ട? വെലോസിറ്റി ആയിട്ട് 2 seconds. സെക്കൻഡിൽ രണ്ടാമത്തെ സെക്കൻഡിൽ ഉണ്ടാകുന്ന വെലോസിറ്റി എത്രയാണ്? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടിക്ക് പകരം 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3i minus 4 into 2 into j. So the answer is 3i minus 4 into 2 is 8j. 3i minus 8j എന്തിന്റെ കിട്ടി? ആൻസർ കിട്ടി. ഇനി അടുത്തത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടില്ലേ നമുക്ക് ആ സെക്കൻഡിൽ തന്നെ, രണ്ടാമത്തെ ടൈമിൽ തന്നെ. എങ്ങനെ കണ്ടുപിടിക്കാം? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് -8 ഡിവൈഡഡ് ബൈ 3. ടാൻ ഇൻവേഴ്സ് ഓഫ് -8 ഡിവൈഡഡ് ബൈ 3 ചെയ്തു നോക്കുക. ആൻസർ കിട്ടുന്നു. എത്രയാണെന്ന് എനിക്ക് പറഞ്ഞു തരാം.
കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു. നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷനെ കണ്ടുപിടിച്ചിരുന്നുള്ളൂ, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടില്ല. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചില്ലായിരുന്നു, വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഓർത്തത്. വെലോസിറ്റി ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? സെക്കൻഡ് രണ്ടാമത്തെ ടൈമിലുള്ള വെലോസിറ്റി ഇക്വേഷൻ 3i - 8j എന്ന് കിട്ടി. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കണ്ടുപിടിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് കമ്പോണന്റ് സ്ക്വയർ പ്ലസ് വൈ കമ്പോണന്റ് സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ എന്താണ് ഇവിടെ? 3 square plus -8ന്റെ സ്ക്വയർ. So the answer is 3 square is 9 plus -8ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 64 is equal to root of 64 plus 9 is 73. Root of 73 is 8.54 meter per second. 8.54 meter per second എന്ന് കിട്ടുന്നു. എന്തുകൊണ്ട് മീറ്റർ പെർ സെക്കൻഡ് എന്ന യൂണിറ്റ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് വേർ r is in meters ആൻഡ് ടൈം ഈസ് ഇൻ സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് പൊസിഷൻ മീറ്ററിലും ടൈം സെക്കൻഡിലും തന്നിരിക്കുന്നത് കൊണ്ട് ചെയ്തപ്പോൾ ആൻസർ എന്ത് കിട്ടി? മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതുകൂടി എനിക്കൊന്ന് പറഞ്ഞു തരിക.